ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ, അതോടൊപ്പം തന്നെ ബോണസ് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്കിന്റെ അനാലിസിസ് കൂടി നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വീക്കില് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ന്യൂസിനെക്കാളും കൂടുതൽ നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. തേഴ്സ്ഡേ വരയ്ക്കും നെഗറ്റീവ് ന്യൂസ് ആണ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ ആഫ്റ്റർനൂണിന് ശേഷമാണ് കുറച്ച് പോസിറ്റീവ് ന്യൂസ് നമുക്ക് വരാനായിട്ട് തുടങ്ങിയത്. അതുപോലെ സാറ്റർഡേയും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും പറയാം. ഇറാന്റെ ഹയർ ഒഫീഷ്യൽ മെഹർ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ കൂടെയുള്ള MOU, അതായത് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി എന്നുള്ള രീതിയിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന അമേരിക്കയുടെ മിലിറ്ററി ആക്ഷൻസ് റിമൂവ് ചെയ്യും എന്നും, അതുപോലെ ഹാർമോസ് സോണ് ഉള്ള ഇത് ഫ്രീ ആക്കും, പിന്നെ ഇറാന് വേണ്ട ഫണ്ട് റിലീസ് ചെയ്യും, ഓൾ സാങ്ഷൻസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഡീല് സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഇറാന്റെ ഹയർ ഒഫീഷ്യൽ മെസ്സേജ് ചെയ്തിരുന്നു. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ നല്ല ഒരു സ്പൈക്ക് വന്നത്. 350 പോയിന്റ്സ് ഇൻക്രീസ് ആയത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ സ്പൈക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റും ഒരുവിധം ഹൈയിലാണ് ക്ലോസ് ആയത് പോസിറ്റീവ് ആയിട്ട്. ഫ്രൈഡേ ഈവനിങ് തന്നെ ട്രംപ് ഈ ന്യൂസ് കണ്ടതിന് ശേഷം ഇതിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. അതായത് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ലീക്ക് ചെയ്ത മെസ്സേജിലും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇതിൽ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജാണ് വന്നത് ഫ്രൈഡേ ഈവനിങ്. പക്ഷെ സാറ്റർഡേ മോർണിംഗ് ആയപ്പോൾ ഇല്ല, ഞങ്ങൾ ഈ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡീൽ ഇറാനുമായിട്ടുള്ളത് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അങ്ങനെ ഡിസിഷൻ ട്രംപ് മറയുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഡീല് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ സൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാം ട്രംപിന്റെ കയ്യിലാണ് ഉള്ളത്. പിന്നെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ന്യൂസ് കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. 95 ബാരൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 87 ബാരലായിട്ട് വന്നിരിക്കുന്നു. പിന്നെ DAS എന്ത് FIS എങ്ങനെ സെല് ചെയ്താലും DAS ബൈ ചെയ്യാമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ DASന്റെ ബൈയിങ്ങും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ RBI ലാസ്റ്റ് വീക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അനൗൺസ് ചെയ്തിരുന്നു. അവരുടെ പ്രൊജക്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ GDP 6.9% ഫോർകാസ്റ്റ് എന്നുള്ളത് 6.6% GDP റെഡ്യൂസ് ആയിരിക്കുന്നു. പക്ഷെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആയിരിക്കുകയാണ്. 4.6 ആണ് ഫോർകാസ്റ്റ്, ബട്ട് 5.1% ആയിട്ട് ഉയർന്നിരിക്കുന്നു. അതൊരു നെഗറ്റീവ് ന്യൂസ്. പിന്നെ ഇറാൻ കുവൈറ്റിന്റെ അറ്റാക്ക്, ലെബണോൺ അറ്റാക്ക്, അതുപോലെ ഇസ്രയേൽ ഇറാനും ലെബണോൺ അറ്റാക്ക് ചെയ്യുന്നത് തേഴ്സ്ഡേ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയായിരുന്നു. പിന്നെ US-ന്റെ CPI ഇൻഫ്ലേഷൻ 4.2% ആണ് പറഞ്ഞത്. അതായത് 3 ഇയേഴ്സിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് ഹയസ്റ്റ് ഇൻഫ്ലേഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ US-ന്റെ ജോബ് ഡേറ്റ വളരെ സ്ട്രോങ് ആയത്, ഇതെല്ലാം ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. പിന്നെ കാരണം ജോബ് ഡേറ്റ സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ജോബ് ഉള്ളപ്പോഴത്തേക്ക് എക്സ്പെൻസസ് കൂടും എന്നുള്ള രീതിയിൽ, അപ്പൊ അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ സെൻസസ് ലാസ്റ്റ് വീക്ക് 1284 പോയിന്റ്സ് ഹൈയിൽ, അതായത് 1.73% ഹൈയില് 75,527 വെച്ചിട്ട് സെറ്റിലായി. നിഫ്റ്റി 256 പോയിന്റ്സ് ഹൈ 1.09%, അതായത് 23,602 വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. പിന്നെ മിഡ് ക്യാപ് ഇൻഡെക്സ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയത്. അതുപോലെ സ്മോൾ ക്യാപ്പ് 0.5% ഹൈയിലും ക്ലോസ് ആയി. സെക്ടർ വൈസ് നോക്കിയാൽ പ്രൈവറ്റ് ബാങ്ക് നിയർലി 5% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ PSU ബാങ്ക് 3% ഹൈ,
പിന്നെ FMCG 1% ഹൈയിലുമാണ് ക്ലോസ് ആയത്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ മോശ പ്രകടനം വെച്ച ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ IT തന്നെയാണ്. IT നിയർലി 4% ഡൗണിലാണ് ക്ലോസ് ആയത്. അതുപോലെ മെറ്റൽ എനർജി നിയർലി 1.5% to 2% ഡൗണിൽ പോയിരിക്കുകയാണ്. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ റുപ്പി അപ്രിഷിയേറ്റ് ആയിരിക്കുകയാണ് 17 പൈസ. ഓക്കെ, നേരത്തെ 95.11 ആയിരുന്നു, ഇപ്പോൾ 94.9 സെറ്റിൽ ആയിരിക്കുകയാണ്. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീക്ക്ലി ബേസിൽ നിയർലി 4 lakh crores ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇവന്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവന്റ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും പറയുന്നു. മൺഡേ 15-ാം തീയതി ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 9.1, പ്രീവിയസ് 8.3% ആണ്. പിന്നെ ട്യൂസ്ഡേ ചൈനയുടെ IIP ഡേറ്റ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് ജപ്പാന്റെ, അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെനസ്ഡേ ഇംഗ്ലണ്ടിന്റെ ഇൻഫ്ലേഷൻ വരുന്നു 2.8%, പ്രീവിയസ് ആയിട്ടുള്ളത് 2.8, പിന്നെ ഫോർകാസ്റ്റ് 3.1. 6 മണിക്ക് ഈവനിങ് വെനസ്ഡേ USA റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. പിന്നെ 11:30 USA ഫെഡ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 3.75 ആണ് പ്രീവിയസ് ഫോർകാസ്റ്റ്, 3.75 തന്നെ. അന്ന് തന്നെ FOMC മിനിറ്റും പ്രസ് കോൺഫറൻസ്, അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ തേഴ്സ്ഡേ ഇംഗ്ലണ്ടിന്റെ റേറ്റ് ഡിസിഷൻ ഉണ്ട്, 3.75%, ഫോർകാസ്റ്റ് 3.75 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ. പിന്നെ ഫ്രൈഡേ ജൂൺ 19-ാം തീയതി ജപ്പാന്റെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, അത് 1.4%, ഫോർകാസ്റ്റ് 1.6%. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവന്റ് വരുന്നത്. പിന്നെ FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്ര പൊസിഷൻ ആണ് വെച്ചിരിക്കുന്നത്, അതായത് നേരത്തെ 88%, ലാസ്റ്റ് വീക്കിൽ 92% ഉണ്ടായിരുന്നു, ഇപ്പൊ 4% ഷോർട്ട് റെഡ്യൂസ് ആക്കി 88% ആക്കിയിട്ടുണ്ട്. FIS ഇനിയും ഷോർട്ട് റെഡ്യൂസ് ആണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. ക്ലൈന്റ് 76%, അതുപോലെ DAS 84% ലോങ്ങില്, പിന്നെ പ്രൊപ്പറേറ്റർ 50%-ലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് FISന്റെ ആക്ടിവിറ്റി വരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും. അപ്പൊ നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 23,750 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ 24,000, 24,100. ഓക്കെ, പിന്നെ സപ്പോർട്ട് ലെവൽ വരുന്നത് മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് 23,400. അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുമ്പോൾ 23,250, then 23,170 മേജർ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ജൂൺ മന്ത് ലോയിൽ നിന്ന് ജൂലൈ മന്ത് ഹൈയില് നിഫ്റ്റിയുടെ ജേർണി ഒരു കാൽക്കുലേഷൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി കമ്മിങ് വീക്ക് വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ IPO വരാൻ പോവുകയാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ IPO. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി വന്നിട്ട് നമുക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ US-ന്റെ സ്പേസ് എക്സിന്റെ IPO കഴിഞ്ഞ ഇതില് ലിസ്റ്റിംഗിൽ വന്നിട്ടുണ്ട്, അതായത് $135 കൊടുത്തത് ഇഷ്യൂ പ്രൈസ് $160 ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അതായത് 57,500, പിന്നെ അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 58,500. സപ്പോർട്ട് ലെവല് 56,000, അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ 55,200. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും. പിന്നെ സ്വിംഗ് ട്രേഡിങ് ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്കിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കാണാത്തവര് തീർച്ചയായിട്ടും പോയി കാണുക. ഇപ്പൊ നമുക്ക് ബോണസ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, ബോണസ് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്ക് ബ്രിഗേഡ് എന്റർപ്രൈസസ്. ഈ ഒരു സ്റ്റോക്കാണ് നമുക്ക് ഇതിന്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ സ്റ്റോക്ക് 1986 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഇവര് വരുന്നത്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സൗത്ത് ഇന്ത്യയാണ് ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
ഇവര് ബാംഗ്ലൂരിൽ ആണ് മെയിൻ ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറയാം. ബട്ട് അതർ പാർട്സ് ഓഫ് ഇന്ത്യയിലും അവര് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൈസൂർ, ചെന്നൈ, അതുപോലെ ഹൈദരാബാദ്, കൊച്ചി ഒക്കെ തന്നെ ഇവർക്ക് ബിൽഡിംഗ് ഉണ്ട്. പല പല പർപ്പസിൽ ഇവർക്ക് ബിൽഡിംഗ് ഇവർ കിട്ടുന്നുണ്ട്. അതായത് ഫോർ ഓഫീസ് പർപ്പസ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, റെസിഡൻഷ്യൽ, റീറ്റെയിൽ, അങ്ങനെ 250 ബിൽഡിംഗ്സ് ആണ് ടിൽ നൗ ഇവര് ഉള്ളത്. പിന്നെ ഫ്യൂച്ചറിൽ ഇവര് നോർത്ത് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ 617 ആണ്. ഏകദേശം നിങ്ങൾ നോക്കിയാൽ ഇവരുടെ 52 വീക്ക് ലോയിന്റെ ആ ഒരു റേഞ്ചിലാണ്. അതായത് 52 വീക്ക് ലോ 601ഉം 52 വീക്ക് ഹൈ 1212 ആണ്. അപ്പൊ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു 52 വീക്ക് ലോയിന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവ് തന്നെയാണ്. പി അക്സെപ്റ്റബിൾ ആണ്. ബുക്ക് വാല്യൂ 2.5 ടൈംസ് ആണ്. അതും ഓക്കെ, 3 ടൈംസ് വരെ ആകാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതും അക്സെപ്റ്റബിൾ ആണ്. ROC ROE ആവറേജ് ആണെന്ന് പറയാം. ഡിവിഡൻഡും ചെറിയൊരു രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഫേസ് വാല്യൂ 10. സോ ഫ്യൂച്ചറിൽ ഇവര് ചിലപ്പോൾ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫേസ് വാല്യൂ 10ൽ നിന്ന് 2 ആക്കുകയോ അല്ലെങ്കിൽ 5 ആക്കുകയോ ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റിക് വാല്യൂ 458 ആണ്. അതും കറണ്ട് പ്രൈസിനേക്കാളും കൂടുതൽ തന്നെയാണ്. അതും കുഴപ്പമില്ല. പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി നല്ല കുറവാണ്, 1ൽ താഴെ 0.93. സോ ഡെപ്റ്റ് ഇവർ മാനേജബിൾ ആണ് ഇവരുടെ കമ്പനി എന്നുള്ളത് മനസ്സിലാക്കപ്പെടുന്നു. ഓക്കെ, EPS ഓക്കെ. അപ്പൊ ഇവരുടെ ഹൈറ്റ്, ഇവരുടെ ചാർട്ട് നമുക്ക് നോക്കാം. അതായത് പെർഫോമൻസ് ചാർട്ട് നോക്കിയാല് ഒരു ഹൈയിൽ നിന്നും പിന്നെ ലോയിൽ വന്നിട്ട് ഇപ്പതാ റിവേഴ്സൽ ആകുന്ന ഒരു സൈൻ ആണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ സ്റ്റോക്ക് ടു ഗ്രോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പൊ കമ്പനി ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഇവരുടെ CAGR ഗ്രോത്ത് 88.9% ഉണ്ട്. നല്ലൊരു പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ദാറ്റ് ഇസ് 12.6% ആണ് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് മൈറ്റ് ബി ഉണ്ട് എന്നുള്ളത്, അതാണ് ഒരു നെഗറ്റീവ്. ബട്ട് എന്നാലും ഈ ഒരു ടോപ്പ് 8 കമ്പനീസിൽ ഇവരും ഒരാളാണ്. പിന്നെ കോമ്പറ്റീറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PE ഈ സ്റ്റോക്കിന് വളരെ കുറവാണ്. PE കുറവുള്ള ഒബ്റോയ് റിയാലിറ്റി ഒക്കെ ഉണ്ട്, അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്നാലും ബ്രിഗേഡ് എന്റർപ്രൈസും ഒട്ടും മോശമല്ല, നല്ല ഒരു ലെസ് PE ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കിയാലും ഇടയ്ക്ക് കുറഞ്ഞിരുന്നു, പിന്നെ വീണ്ടും ഉയർന്ന് ബെറ്റർമെന്റ് ആയിട്ടുണ്ട്. പിന്നെ P&L മൈനസിൽ കിടന്നിരുന്നു 65, ഇപ്പൊ വീണ്ടും നല്ല ഉയർന്ന് വന്നിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവ് സൈൻ ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും പ്രൊമോട്ടർ ഹോൾഡിംഗ് 50 ഇല്ലെങ്കിലും 41% ബെറ്റർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് FIIസും DASും ആണ്. അതും നല്ലൊരു കാര്യമാണ്. പബ്ലിക് 17.40 കുഴപ്പമില്ല. ബട്ട് എന്നാലും FIIs DAS ഈ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ റീസൺ കാണും. സോ അതുകൊണ്ട് FII ഹോൾഡിങ്സ് മേജറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ ഫണ്ടമെന്റലും കഴിഞ്ഞു, വാല്യുവേഷനും കഴിഞ്ഞു. ഇനി ആ ഒരു ബോണസ് ഡീറ്റെയിൽസിലേക്ക് വരാം. 1:3 ആണ് ഇവർ ബോണസ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ 3 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ബോണസ് കിട്ടും. അതായത് 30 ഷെയർ വാങ്ങിയാൽ 40 ഷെയർ ആകും. പിന്നെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 680 വെച്ചോളാം. വൺ പ്രൈസ് ആ ഒരു റൗണ്ട് ഓഫ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് 510 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ കാൽക്കുലേഷൻ എങ്ങനെയാണ്? പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും മാറുന്നില്ല. ഇതിന്റെ എക്സ്പയറി വരുന്നത് 17-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ 17-ാം തീയതിക്ക് മുന്നേ, അതായത് മൺഡേ ട്യൂസ്ഡേ 2 ദിവസമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്ക് മേടിക്കാൻ. ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. അപ്പൊ 1:3 ആണ് റേഷ്യോ. ഓക്കെ, അപ്പൊ 30 ഷെയർസ് ഉണ്ട്. പ്രൈസ് 680. അപ്പൊ 30 + 10 ആ ഒരു ചെയ്യുമ്പോൾ 40 വരും. അപ്പൊ 40,000 ആണ് നിങ്ങൾക്ക്. അതായത് 10 ഷെയർ ബോണസ് വരും എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ 30 + 10 40, അങ്ങനെ 40,000. ഓക്കെ, അതുപോലെ 680 എന്നുള്ളത് 510, ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് 510 ആയിട്ട് മാറും. പക്ഷെ പ്രൈസ് കുറയും, ക്വാണ്ടിറ്റി എക്സ്ട്രാ ആകുന്നു. അതാണ് ഇവരുടെ ഈ ഒരു ബോണസ് തരുന്ന ഉദ്ദേശം. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 30 ഷെയർ ഇൻറ്റു ഈ ഒരു പ്രൈസ് 680 ചെയ്യുകയാണെങ്കിൽ
20,400 ആ ഒരു പ്രൈസ് വരും. അതേപോലെ തന്നെ 40 ഷെയർസ് ഇൻറ്റു 510 അത് രണ്ടും ചെയ്ത് നോക്കിയാലും 20,400 തന്നെ. സോ പ്രൈസിന് മാറ്റമില്ല, ഉള്ളി ഷെയർസിന്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ബ്രിഗേഡ് എന്റർപ്രൈസസിൽ വരുന്നത്. അപ്പൊ ഇത് മേടിച്ചേ ആകൂ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ ടിക്കർ ടേപ്പിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ ആയിട്ടുള്ള വീഡിയോസ്. മറക്കാതെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. നന്ദി, നമസ്കാരം.